ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിവിഷൻ കിറ്റിലുള്ള നമ്മൾ മെയിൻലി പ്രാക്ടീസ് ചെയ്യുന്നത് കപ്ലാൻ റിവിഷൻ കിറ്റ് ആണല്ലോ. അപ്പോൾ ആ റിവിഷൻ കിറ്റിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? സെക്ഷൻ സി ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്കിൽ സെക്ഷൻ സിന്റെ ന്യൂമറിക്കൽ റിക്വയർമെന്റ്സ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ ക്ലാസ് ഓരോ ടോപ്പിക്സും പഠിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സാമിന്റെ സെക്ഷൻ സി ടൈപ്പ് റിക്വയർമെന്റ് മാത്രമല്ല ചോദിക്കാം. ഒരുപാട് സെക്ഷൻ എ MCQ ക്വസ്റ്റ്യൻസും പിന്നെ സെക്ഷൻ ബി MTQ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് പറയുന്നത് ലിറ്റിൽ ബിറ്റ് ചാലഞ്ചിങ് ആണ്. കാരണം നമ്മൾ പഠിച്ച വലിയൊരു പാർട്ടിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് നിന്ന് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഈ MCQs ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ അത് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്കില്ല് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെക്ഷൻ എ ടൈപ്പ് ക്വസ്റ്റ്യൻ 60 മാർക്കിന് ചോദിക്കും. ടോട്ടൽ 60 മാർക്കിന്. സെക്ഷൻ ബിയും സെക്ഷൻ എ ആൻഡ് ബി ആയിട്ട് 60 മാർക്കിന് ചോദിക്കും. അപ്പോൾ അത് നമ്മുടെ എക്സാമിലുള്ള മാർക്കിന്റെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഇത് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ നമ്മുടെ റിവിഷൻ കിറ്റ് ആയിട്ടുള്ള കപ്ലാൻ റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് ആണിത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് റിവിഷൻ കിറ്റ് പ്രാക്ടീസ് പഠിക്കുക എന്നുള്ളതല്ല. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സ്വയം ആദ്യം ഒന്ന് അറ്റംപ്റ്റ് ചെയ്യണം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ടാർഗറ്റ്സ് തരുന്നുണ്ടാകും. ഈ ടാർഗറ്റ്സ് പ്രകാരം നിങ്ങൾ സ്വയം ചെയ്ത് ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഏത് ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ആ ക്വസ്റ്റ്യൻ അതൊന്ന് നോക്കി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് പിക്ക് ചെയ്ത് നിങ്ങൾക്കത് കണ്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നമുക്ക് സമയം കളയണ്ട, നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യം ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂളുണ്ട്. അതിൻ്റെ സെക്ഷൻ എ ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. അപ്പം ഞാൻ ഓരോ വീഡിയോയിൽ ഒരു 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഓരോ വീഡിയോയിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ എന്നാൽ വീഡിയോന്റെ ലെങ്ത്തും അങ്ങനെ വലുതാവുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. 53. ഇനി ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ സ്വയം പ്രാക്ടീസ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവരൊക്കെ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു വീഡിയോ ഇപ്പോഴെന്നെ പൗസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങളൊന്ന് സ്വയം ട്രൈ ചെയ്യും. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് മാത്രം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. കാരണം എന്നാൽ മാത്രമേ അത് എഫക്റ്റീവ് ആവുള്ളൂ. നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയോ, അത് നിങ്ങൾക്ക് എവിടെയാണ് ഡിഫിക്കൽട്ടി വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് ഈ ഒരു ഡിസ്കഷൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി എല്ലാം കിട്ടും. അല്ലാതെ ഞാൻ മാത്രം ഇങ്ങനെ പറയുന്നത് നിങ്ങളിങ്ങനെ കേട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. ബട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു സ്കില്ല് അവിടെ കിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും കൂടെ ഇതിൻ്റെ കൂടെ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പം പറഞ്ഞ പോലെ ചെയ്യുക. The question is, ത്രിഫ്റ്റി കമ്പനി, ആ കമ്പനിയുടെ ക്യാഷ് ബഡ്ജറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ക്യാഷ് മാനേജ്മെന്റിൽ. ക്യാഷ് ബഡ്ജറ്റ് ഹൈലൈറ്റ്സ് എ ഷോർട്ട് ടേം സർപ്ലസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അതായത് ഇനി വരാൻ പോകുന്ന ക്യാഷ് ഫോർകാസ്റ്റ് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഇനി വരാൻ പോകുന്ന ഒരു പീരീഡിൽ ഷോർട്ട് ടേം സർപ്ലസ് ആണുള്ളത്. ഓക്കെ, ഷോർട്ട് ടേമിലേക്ക് സർപ്ലസ് ഫണ്ട് എന്ന് പറയുമ്പോൾ ക്യാഷ് എക്സ്ട്രാ ആണ്. അത് ലോങ് ടേം സർപ്ലസ് ആണോ ഷോർട്ട് ടേം സർപ്ലസ് ആണോ? ഷോർട്ട് ടേമിലേക്ക് സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഷോർട്ട് ടേം സർപ്ലസ് മീൻസ് ആ ഫണ്ട് ക്യാഷ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫണ്ട് നമ്മൾ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിൽ നമുക്ക് സെറ്റിൽ ചെയ്യേണ്ട ക്യാഷ് ഔട്ട്ഫ്ലോസും കൺസിഡർ ഒക്കെ ചെയ്തിട്ട് ബാക്കി വരുന്നതാണ്, ആ പീരീഡിന്റെ എൻഡിൽ ബാക്കി വരുന്നതാണ് സർപ്ലസ് ആയിട്ട് വരിക എന്ന് പറയുന്നത്. ഈ സർപ്ലസ് ഫണ്ട്സ് ഒന്നും വെറുതെ ഇങ്ങനെ പൈസ ആയിട്ട് വെക്കുന്നത് ഒരിക്കലും നല്ലതല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. പൈസ സർപ്ലസ് ഫണ്ട്സ് സർപ്ലസ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വെറുതെ ബിസിനസ്സിൽ വെക്കാൻ പാടില്ല. ഈ സർപ്ലസ് ഫണ്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സർപ്ലസ് ആണെന്ന് നോക്കണം. ഇത് ഷോർട്ട് ടേം സർപ്ലസ് ആണ്. ഇപ്പൊ ഷോർട്ട് ടേം സർപ്ലസ് എന്താണ്? ഷോർട്ട് ടേമിലേക്ക് ഈ ക്യാഷ് സർപ്ലസ് ആയിട്ടുള്ളൂ. കുറച്ച് പീരീഡ് കഴിഞ്ഞാൽ എന്താണ്? ഈ ക്യാഷ് നമുക്ക് ആവശ്യം വരും. ഓക്കെ, അതാണ് ഷോർട്ട് ടേം സർപ്ലസ്. ലോങ് ടേം സർപ്ലസ് എന്ന് പറഞ്ഞാലോ ലോങ്ങർ പീരീഡിലേക്ക് ഈ ഒരു ഫണ്ട് നമുക്ക് എന്താണ് ഇവിടെ സർപ്ലസ് ആയിട്ട് കിടക്കുവാണ്. ഇത് ഷോർട്ട് ടേം സർപ്ലസ് ആണ്. ഈ ഷോർട്ട് ടേം സർപ്ലസിനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാ? ഇൻവെസ്റ്റ് ഇൻ ഷോർട്ട് ടേം. ഷോർട്ട് ടേമിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ലോങ് ടേം സർപ്ലസ് ആണെങ്കിൽ ലോങ് ടേമിലേക്ക്
പോസിറ്റീവ് NPV ഒക്കെ കിട്ടുന്ന വലിയ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യരുത്. അത് ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കണം ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഷെയർ ബൈബാക്ക് സ്കീം ഉണ്ട്. അവർക്ക് ഇഷ്യൂ ചെയ്ത ഷെയർ അവരുടെ അടുത്ത് ബൈബാക്ക് ചെയ്തിട്ട് നമ്പർ ഓഫ് ഷെയർ കുറയല്ലോ, അപ്പം ഷെയർ ബൈബാക്ക് ചെയ്തിട്ട് ആ ഷെയറിന് പകരം ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന സ്കീമോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ചെയ്യാം. അതൊക്കെ ലോങ് ടേം സർപ്ലസുകൾക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഷോർട്ട് ടേം സർപ്ലസ് ആണ്. എന്നിട്ട് പറയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് വുഡ് ബി അപ്രോപ്രിയേറ്റ് ടു മേക്ക് യൂസ് ഓഫ് ദ സർപ്ലസ്. ഈ സർപ്ലസിനെ എന്ത് കാര്യം ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ്. നമുക്കറിയാം ഷോർട്ട് ടേമിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ, പേ സപ്ലയേഴ്സ് ഏർലിയർ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എനി പ്രോംപ്റ്റ് പേയ്മെന്റ് ഡിസ്കൗണ്ട്. എന്താ ഇവിടെ പറയുന്നത്? സപ്ലയേഴ്സിന്റെ പേയ്മെന്റ് അടക്കുക. സപ്ലയേഴ്സിന്റെ നമ്മൾ എടുത്ത കട ഉണ്ടല്ലോ, അത് ഏർലിയർ അടക്കുക, നേരത്തെ സപ്ലയേഴ്സിന്റെ പേയ്മെന്റ് സെറ്റിൽ ചെയ്യുക. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഓൺ ടൈം സെറ്റിൽമെന്റിന് കിട്ടുന്ന ഡിസ്കൗണ്ട് ഇല്ലേ, ആ ഡിസ്കൗണ്ട് എടുക്കുക എന്നാണ് പറയുന്നത്. അതായത് പേയബിൾസ് ഇങ്ങനെ ഒരുപാട് കീപ്പ് ചെയ്യണ്ട, സപ്ലൈസിന് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കീപ്പ് ചെയ്യണ്ട. പേയബിൾ ഡേയ്സ് ഒക്കെ എന്ത് ചെയ്യുക, വെറുതെ എക്സ്റ്റെൻഡ് ചെയ്യാതെ നമുക്ക് ചിലപ്പോൾ 5 ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ 10 ഡേയ്സ് കൊണ്ട് സെറ്റിൽ ചെയ്താൽ ഇത്ര ഡിസ്കൗണ്ട് തരാം എന്നൊക്കെ സപ്ലയർ ഓഫർ ചെയ്തിട്ടുണ്ടാകും. അങ്ങനത്തെ ഓഫർ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ട് പേയബിൾസ് എന്ത് ചെയ്യുക, നേരത്തെ അടക്കുക. ഇവിടെ ക്യാഷ് സർപ്ലസ് അല്ലേ, എൻ്റെ അടുത്ത് എക്സ്ട്രാ പൈസ ഇല്ലേ, എൻ്റെ അടുത്ത് എക്സ്ട്രാ പൈസ ഉണ്ടാകുന്ന സമയത്ത് വെറുതെ പൈസ ആയിട്ട് കീപ്പ് ചെയ്യരുത്. ഷോർട്ട് ടേമിലേക്കുള്ള ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യുക. ഷോർട്ട് ടേമിലേക്കുള്ള ആവശ്യമില്ലേ സപ്ലൈസിന്റെ പേയ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ആ സപ്ലൈസിന്റെ പേയ്മെന്റ്സ് ഞാൻ എന്താ ഇപ്പൊ പേയബിൾ ആയിട്ട് വെച്ചേക്കുക, അത് ഇന്ന് കൊടുക്കണ്ട. സത്യം പറഞ്ഞാൽ പേയബിൾസ് ഉണ്ടെങ്കിൽ ഇപ്പൊ കൊടുക്കേണ്ട, കുറച്ചായിട്ട് കൊടുത്താൽ മതി, എന്തായാലും കൊടുക്കേണ്ട ഒന്നാണ്. ഇവിടെ വെറുതെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ എന്ത് ചെയ്യണ്ട, ആ പേയബിൾസ് കീപ്പ് ചെയ്യണ്ട, നേരത്തെ അടക്കുക. ഈ നേരത്തെ അടക്കുന്ന സമയത്ത് വേറൊരു ബെനിഫിറ്റ് കൂടെ കിട്ടുന്നുണ്ട്. നേരത്തെ അടക്കുന്ന സമയത്ത് നമുക്ക് സെറ്റിൽമെന്റ് ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട്. അത് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ലേ ആണ്. അപ്പൊ ഇതൊരു നല്ല ഓപ്ഷൻ ആയിട്ടാണ് അവിടെ വരുന്നത്. ഇത് നമുക്ക് ഷോർട്ട് ടേമിലേക്ക് എക്സ്ട്രാ ക്യാഷ് സർപ്ലസ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ് ഓപ്ഷൻ ആണ്. സപ്ലയേഴ്സിന്റെ പേയബിൾസ് എന്ത് ചെയ്യുക, ഏർലിയർ എന്ത് ചെയ്യുക, സെറ്റിൽ ചെയ്തിട്ട് ഡിസ്കൗണ്ട് അവൈൽ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് ഇത് ഓക്കെയാണ്, ബട്ട് എല്ലാം കൂടെ വായിച്ചിട്ട് വേണം നമുക്ക് ഫൈനൽ ആൻസർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബൈ ബാക്ക് കമ്പനി ഷെയർസ്, ഇഷ്യൂ ചെയ്ത ഷെയർസ് ബൈ ബാക്ക് ചെയ്യുക. ഇതൊക്കെ എന്താ, ഇത് ഷോർട്ട് ടേം സർപ്ലസ് വെച്ചിട്ട് ഒരിക്കലും ഇത് ചെയ്യരുത്. കാരണം ഇത് ലോങ് ടേമിലേക്ക് സർപ്ലസ് വേറൊരു ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവസാനം ചെയ്യേണ്ട കാര്യമാണ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇത് ഇവിടെ ഇതിന് സ്യൂട്ടബിൾ അല്ല. ലോങ് ടേം സർപ്ലസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണത്. ഇൻക്രീസ് പേയബിൾസ് എന്നാ പറയുന്നത്. സപ്ലയേഴ്സിന്റെ പേയ്മെന്റ് ഇനിയും ഡിലേ ചെയ്യുക. ഓൾറെഡി ഇവിടെ സർപ്ലസ് ഉണ്ട്, ഇത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ള ഒബ്ലിഗേഷൻസ് ഒക്കെ മീറ്റ് ചെയ്തിട്ടും എക്സ്ട്രാ പൈസ ഉണ്ട്. ആ സമയത്ത് സപ്ലൈസിന്റെ അടുത്ത് വീണ്ടും കട എടുക്കണം. സപ്ലൈസിന്റെ അടുത്ത് നമ്മൾ കട എടുക്കുന്നത് എന്തിനാ, സപ്ലൈസിന്റെ അടുത്ത് എക്സ്ട്രാ പൈസ കുറച്ചും കൂടെ ഡിലേ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ക്യാഷിന്റെ ഷോർട്ടേജ് വരുമ്പോൾ അതൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സപ്ലൈസിന്റെ അടുത്ത് നിന്നുള്ള പേയബിൾസിന്റെ ഡേയ്സ് ഒന്ന് കൂട്ടിയിട്ട് അത്രയും ദിവസം എടുത്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആ ഒരു സപ്ലൈസിന് കൊടുക്കാനുള്ള പേയ്മെന്റ് ഡിലേ ചെയ്തിട്ടുള്ള പൈസ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ക്യാഷിന്റെ ഷോർട്ടേജ് വരുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുക. ഇവിടെ ക്യാഷ് സർപ്ലസ് അല്ലേ, ഇപ്പൊ ഒരിക്കലും ഇതിവിടെ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇനി അടുത്ത് ഇൻവെസ്റ്റ് ഇൻ ലോങ് ടേം, ബാങ്ക് അക്കൗണ്ടിൽ ലോങ് ടേമിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതുമല്ല, ഇവിടെ ഷോർട്ട് ടേം സർപ്ലസ് ആണ്, അത് ഷോർട്ട് ടേമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തീയുമല്ല. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ വായിച്ച സമയത്ത് തന്നെ ഇത് ശരിയാണെന്ന് തോന്നി, ബട്ട് എന്നാലും മറ്റേതൊക്കെ ഒന്ന് വായിക്കുക, അത് തെറ്റാണെന്ന് എൻഷുറും ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പറഞ്ഞ പോലെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോസ് ചെയ്യുക, നിങ്ങൾ ചെയ്യുക, എന്നിട്ട് മാത്രം എന്ത് ചെയ്യാം, വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇത് പറയുന്നത് ഇൻഡിക്കേറ്റ് ബൈ ക്ലിക്കിംഗ് ദ റെലവൻറ്റ് ബോക്സസ്. ഇവിടെ കുറച്ച് ബോക്സസ് 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ട്രൂ ഓർ ഫോൾസ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ആദ്യത്തെ ഓരോ സ്റ്റേറ്റ്മെന്റും വായിക്കും, ഇത് വർക്കിംഗ് ക്യാപിറ്റൽ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതില് ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണോ എന്നുള്ളത് നമ്മൾ പറയണം. വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ഇൻക്രീസ് ആസ് സെയിൽസ് ഇൻക്രീസസ്. സെയിൽസ് കൂടുമ്പോൾ, ഒരു കമ്പനിയുടെ സെയിൽസ് കൂടുകയാണ്, സെയിൽസ് കൂടുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. വൈ? സെയിൽസ് കൂടുകയാണ്. സെയിൽസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഒരുപാട് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഇൻവെന്ററി കൂടുതൽ വേണ്ടി വരും. കുറഞ്ഞ പ്രൊഡക്ഷന് വേണ്ട ഇൻവെന്ററിയും കൂടുതൽ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇൻവെന്ററിയും സെയിം ആയിരിക്കുമോ? ഒരിക്കലല്ല. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ഓപ്പറേഷൻസ് കൂടുന്നതിനനുസരിച്ച് മോർ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, സെയിൽസ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടും, പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഇൻവെന്ററി കൂടും, ഇൻവെന്ററി കൂടും.
പിന്നെ സെയിൽസ് കൂടാന്ന് പറയുമ്പോൾ നമ്മൾ മോർ സെയിൽ ചെയ്യണം. മോർ സെയിൽ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ക്രെഡിറ്റ് സെയിൽസും കൂടി ഉണ്ടാവും. ക്രെഡിറ്റ് സെയിൽസ് കൂടുന്ന സമയത്ത് എന്തായാലും റിസീവബിൾസും കൂടും. ഇപ്പൊ ഇൻവെന്ററി കൂടുവാണ്, റിസീവബിൾസ് കൂടുവാണ്. പിന്നെ നമ്മൾ മോർ പർച്ചേസ് ചെയ്യുമ്പോൾ പേയബിൾസും കൂടും. ബട്ട് പേയബിൾസ് കൂടുന്ന ഒരിക്കലും ഈ രണ്ട് ഇൻക്രീസിനെ കവർ ചെയ്യൂല. അപ്പൊ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സെയിൽസ് കൂടുന്നതിനനുസരിച്ച് മോർ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അതന്നെയാണ് ഇവിടെ പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണം എന്ന് പറയുന്നു സെയിൽസ് കൂടുന്നതിനനുസരിച്ച്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആൻ ഇൻക്രീസ് ഇൻ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. നമ്മുടെ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണ് നമ്മൾ പഠിച്ചതാ. നമ്മൾ സപ്ലയർക്ക് ക്യാഷ് കൊടുത്തതിന് ശേഷം നമ്മളടുത്ത് ക്യാഷ് അവിടെ സപ്ലയർക്ക് പോകുന്നുണ്ടല്ലോ. ഇത് പേയബിൾ ഡേയ്സും കഴിഞ്ഞിട്ട് ക്യാഷ് സപ്ലയർക്ക് പോകുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് സെയിലും കഴിഞ്ഞ് റിസീവബിൾ ഡേയ്സും കഴിഞ്ഞിട്ട് ക്യാഷ് കളക്ട് ചെയ്യാൻ എടുക്കുന്ന ലെങ്ത് ആണ് ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇൻവെന്ററി ആയിട്ട് കിടക്കുന്ന ഡേയ്സ്, റിസീവബിൾ ആയിട്ട് കിടക്കുന്ന ഡേയ്സ് പ്ലസ് ഇൻവെന്ററി ഡേയ്സ് പ്ലസ് റിസീവബിൾ ഡേയ്സ് മൈനസ് പേയബിൾ ഡേയ്സ്. ഇങ്ങനെയാണ് ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കണ്ടുപിടിക്കുക. ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആൻ ഇൻക്രീസ് ഇൻ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാണ്. വിൽ ലീഡ് ടു, ഇത് എന്തിലേക്ക് കാരണമാകും? ടു ആൻ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ടിങ് കോസ്റ്റ്, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസ് കോസ്റ്റ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ലെങ്തൻ ചെയ്യുന്നു. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് കൂടുന്നു. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് കൂടുമ്പോൾ ഇൻവെന്ററി കൂടുന്നു. റിസീവബിൾ കളക്ഷൻ പീരീഡ് കൂടുന്നു. ആവറേജ് റിസീവബിൾ കൂടുന്നു. ഇൻവെന്ററി കൂടുന്നു, റിസീവബിൾ കൂടുന്നു പറഞ്ഞാൽ എന്താ? മോർ ഇൻവെന്ററി കൂടുന്നു, റിസീവബിൾ കൂടുന്നു എന്ന് പറഞ്ഞാൽ എന്താ? മോർ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ഇൻവെന്ററി ആൻഡ് റിസീവബിൾസ്. അപ്പൊ അത്രയും നമ്മൾ ഫൈനാൻസ് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ എക്സ്ട്രാ ഫൈനാൻസ് കോസ്റ്റ് വരും എന്നാണ് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ഫണ്ടിങ് കോസ്റ്റും ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്. ദാറ്റ്സ് എ കറക്റ്റ്. ആൻഡ് ഓൾസോ ലെങ്ത് കൂടുമ്പോൾ എപ്പോഴാ? ഇൻവെന്ററി ഡേയ്സ് കൂടി, റിസീവബിൾ ഡേയ്സ് കൂടി, പേബിൾ ഡേയ്സ് കൂടുകയാണ്. അല്ല, പേബിൾ ഡേയ്സ് കുറയ്ക്കുന്നു. നമ്മുടെ എന്താ സപ്ലൈസിനൊക്കെ പെട്ടെന്ന് പേയ്മെന്റ് കൊടുക്കുമ്പോഴാണ്, അങ്ങനെ പേബിൾ ഡേയ്സ് കുറയുമ്പോഴാണ് ലെങ്ത് കൂടുന്നത്. അപ്പോൾ പേബിൾസ് കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ കുറച്ച് പേബിൾസ് എടുക്കുന്നുള്ളൂ. കുറച്ച് പേബിൾസ് എടുക്കുമ്പോൾ നമ്മൾ ബാക്കി ഫണ്ട്, നമുക്ക് ആവശ്യമുള്ള ഫണ്ടൊക്കെ നമ്മൾ എവിടെ നിന്ന് സോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും? ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ അതർ ഷോർട്ട് ടേം സോഴ്സ് ഫൈനാൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ എന്തിലേക്ക് നയിക്കും? നമ്മുടെ ഫൈനാൻസ് കോസ്റ്റ് കൂടുന്നതിലേക്ക് നയിക്കും. ഓക്കെ, അപ്പോൾ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ ലെങ്ത് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോർ ഫൈനാൻസ് ചെയ്യുന്നതുകൊണ്ട് ഫൈനാൻസ് കോസ്റ്റും കൂടുന്നുണ്ട്. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത്, ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്നത് അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്നും പറയാറുണ്ട്. ഓവർ ട്രേഡിങ്ങിന് ഇത് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നും നോക്കണ്ട, കറക്റ്റ് തന്നെയാണ്. എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഈ രീതിയിലുള്ള റിക്വയർമെന്റ്സും ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് 55, ക്വസ്റ്റ്യൻ നമ്പർ 55. വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈറ്റ് ബി അസോസിയേറ്റഡ് വിത്ത് എ ഷോർട്ടനിങ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ അല്ലെങ്കിൽ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉണ്ടല്ലോ, അത് ഷോർട്ടൻ ചെയ്യാണ്. എപ്പോഴാണ് അത് ഷോർട്ടൻ ആവുന്നത്? ഇത് ഷോർട്ടൻ ആവുന്ന എപ്പോഴാ? ഇൻവെന്ററി ഡേയ്സ്, റിസീവബിൾ ഡേയ്സ്, പേയബിൾ ഡേയ്സ്. ഷോർട്ടൻ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ വെരി ലെങ്ത് കുറവാണ്. എപ്പോഴാവുക? ഇൻവെന്ററി ഡേയ്സ് കുറവ്. ഇൻവെന്ററി ഒക്കെ നമ്മൾ പെട്ടെന്ന് വെക്കുന്നു, ഇൻവെന്ററി ഡേയ്സ് കുറവ്. റിസീവബിൾ ഒക്കെ നമ്മൾ പെട്ടെന്ന് കളക്ട് ചെയ്യുന്നു, റിസീവബിൾ ഡേയ്സും കുറവായിരിക്കും. സപ്ലൈസിന്റെ അടുത്ത് അത്യാവശ്യം നല്ല പേബിൾസ് എടുക്കുന്നു, പേബിൾസ് കൂടുന്ന സിറ്റുവേഷൻ. ഇങ്ങനത്തെ എഫക്റ്റുകൾ വരുമ്പോഴാണ്, ഈ മൂന്ന് ഡേയ്സിലും ഇങ്ങനത്തെ എഫക്ട് വരുമ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഷോർട്ടൻ ആവുന്നത്. ഓക്കെ, ഇവിടെ താഴെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ ഏതാണ് ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഏത് സിറ്റുവേഷനിലാണ് ഇവിടെ പറയുന്ന ഓരോന്നിലും, ഏത് സിറ്റുവേഷനിലാണ് ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഷോർട്ടൻ ആവുന്നതാണ് പറയാൻ പറഞ്ഞത്. ലോവർ നെറ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ദാറ്റ് മീൻസ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കുറഞ്ഞുപോയി. ഇത് ഓപ്പറേഷൻസ് നിന്ന് കിട്ടുന്ന ക്യാഷ് ഫ്ലോ ഇല്ലേ, അത് കുറഞ്ഞുപോയി. എങ്ങനെയാണ് കുറയാം? നമ്മളിങ്ങനെ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, റിസീവബിൾ കളക്ട് ചെയ്യുന്നു. പ്രൊഡക്ഷൻ ചെയ്യുന്നതിനനുസരിച്ച് ഇൻവെന്ററി വാങ്ങിക്കണം. അങ്ങനെ ഔട്ട്ഫ്ലോ ആൻഡ് ഇൻഫ്ലോ നോക്കുന്ന സമയത്താണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വരുന്നത്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കുറവാണ്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കുറവ് എപ്പോഴാവുക? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കുറവാവുന്നത് ഇൻഫ്ലോസ് കുറയുമ്പോഴല്ലേ. ഇൻഫ്ലോസ് കുറയാന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ റിസീവബിൾ ഒക്കെ മെല്ലെ കളക്ട് ചെയ്യാന്ന.
ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കുറയുന്നത് ഇൻഫ്ലോസ് കുറയുമ്പോഴാണ്. റിസീവബിൾസ് കുറയാന്ന് അല്ല, റിസീവബിൾസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ ലെങ്ത് എടുക്കാന്ന്. ഇൻഫ്ലോസ് കുറയാൻ റിസീവബിൾ ഡേയ്സ് ഒക്കെ കൂടുതൽ എടുക്കുന്ന. റിസീവബിൾ ഡേയ്സ് കൂടുക എന്ന് പറയുന്നത് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? ഇൻഫ്ലോസ് കുറയുന്നു എന്ന് പറയുമ്പോൾ സെയിൽ ചെയ്തിട്ട് ആ ക്യാഷ് കിട്ടുന്നില്ലേ, ആ ക്യാഷ് കിട്ടാനൊക്കെ നല്ല ലേറ്റ് ആവുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഇൻഫ്ലോ കുറയുമ്പോഴാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കുറയുന്നത്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കുറയുമ്പോൾ ഇതെന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ലെങ്തൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഈ ഒരു ഓപ്ഷനിൽ എന്താണ്, സൈക്കിൾ ലെങ്തൻ ചെയ്യുന്നതായിട്ടാണ് മാച്ച് ചെയ്യാൻ പറ്റുക നമുക്ക്. ഓക്കെ, അപ്പൊ അതല്ല നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഷോർട്ടനിങ് ചെയ്യുന്നതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ചോദിച്ചത്. ഓക്കെ, അടുത്ത് ഇൻക്രീസ് ഇൻ ടാക്സ് അലോബിൾ ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് ആയിട്ടാണ്. അതിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിള്, ക്യാഷ് പെട്ടെന്ന് കിട്ടുക അല്ലെങ്കിൽ ക്യാഷ് പെട്ടെന്ന് പോവുക, അങ്ങനത്തെ ക്യാഷ് ഫ്ലോസ് ആയിട്ട് ഒരു ഇംപ്ലിക്കേഷനും ഇല്ല. അപ്പൊ അതെന്തായാലും അല്ല, ഡിപ്രീസിയേഷൻ ആയതുകൊണ്ട്. അടുത്ത് സ്ലോവർ ഇൻവെന്ററി ടേൺ ഓവർ മീൻസ് എന്താണ്, ഇൻവെന്ററി ടേൺ ഓവർ സ്ലോവർ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇൻവെന്ററി മെല്ലെ വെക്കുന്നത്. ഇപ്പൊ ഇൻവെന്ററി ഡേയ്സ് എന്താണ്, ഇവിടെ ഇൻവെന്ററി ഡേയ്സ് കൂടുകയാണ്. ഇൻവെന്ററി ഡേയ്സ് കൂടുമ്പോൾ ലെങ്ത് കൂടുകയാണ്. ഇവിടെ ലെങ്ത് കുറയുന്നതായിട്ടാണ് മാച്ച് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഇതും ശരിയല്ല. ഓക്കെ, ഇതും ശരിയല്ല. ഇവിടെയും ലെങ്ത് കൂടുന്നതായിരുന്നു, ഇവിടെയും ലെങ്ത് കൂടുന്നതാണ്. എയിലും സിയിലും എന്താണ്, ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. ഡി എന്താ, ടേക്കിംഗ് ലോങ്ങർ ടു പേ സപ്ലയേഴ്സ്. സപ്ലയേഴ്സിനെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നു. ദാറ്റ് മീൻസ് പേയബിൾ ഡേയ്സ് കൂടുന്നു. ഇത് രണ്ടും മാച്ചിങ് അല്ലേ? അപ്പോൾ ഡി ആണ്. നമ്മൾ സപ്ലൈസിന്റെ അടുത്ത് ഒരുപാട് സമയം എടുക്കുന്നു. ദാറ്റ് മീൻസ് എന്താ, സപ്ലൈസിന്റെ അടുത്ത് ഒരുപാട് സമയം എടുക്കുമ്പോൾ പേയബിൾ ഡേയ്സ് കൂടുകയാണെങ്കിൽ നമ്മുടെ സൈക്കിളിന്റെ ലെങ്ത് എന്താണ്, കുറയാണ്. ബിക്കോസ് ഈ പേയബിൾ ഡേയ്സ് നമ്മൾ സബ്ട്രാക്ട് ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഡി ആണ് ഈ 55 ഈ ക്വസ്റ്റ്യൻ നമ്പർ 55ന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ദാറ്റ്സ് ക്ലിയർ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 56. ഇവിടെ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ ഏതൊക്കെ തന്നിട്ടുണ്ട്, റിസീവബിളിന്റെ കളക്ഷൻ പീരീഡ് പറഞ്ഞിട്ടുണ്ട്, തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽ ഡേയ്സ് പറഞ്ഞിട്ടുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് ഡേയ്സ് അല്ല, വീക്സ്, വർക്ക് ഇൻ പ്രോഗ്രസിന്റെ പീരീഡ് പറഞ്ഞിട്ടുണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കിടക്കുന്ന പീരീഡ് പറഞ്ഞിട്ടുണ്ട്. പേയബിൾസിന്റെ പീരീഡ് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് എ മാനുഫാക്ചറർ, ഒരു മാനുഫാക്ചററുടെ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആണെങ്കിൽ ഇൻവെന്ററി ഡേയ്സ് എന്ന് പറയുന്നത് എന്താ, റോ മെറ്റീരിയൽ ആയിട്ട് കിടക്കുന്നുണ്ട്, റോ മെറ്റീരിയലിന്റെ പീരീഡ് പ്ലസ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് കിടക്കുന്ന വർക്ക് ഇൻ പ്രോഗ്രസിന്റെ പീരീഡ് പ്ലസ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ പീരീഡ്. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻവെന്ററി ഡേയ്സ് കിട്ടും. ഇൻവെന്ററി ഡേയ്സ് എത്രയാ, 6 + 2 + 6 എത്രയാ, 12 + 2 14 വീക്സ് ആണ് ഇൻവെന്ററി ആയിട്ട് കിടക്കുന്നത്. ഇൻവെന്ററി ഡേയ്സ് പ്ലസ് റിസീവബിൾ ഡേയ്സ് എത്ര, റിസീവബിൾ ഡേയ്സ് 10 വീക്സ്, പിന്നെ മൈനസ് പേയബിൾ ഡേയ്സ് എത്രയാ, 7 വീക്സ്. ഓക്കെ, ടോട്ടൽ എത്രയാ, 14 + 10 - 7 17 വീക്സ് ആണ് നമ്മുടെ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ വരുന്നത്. 17 വീക്സ് ആണ് നമ്മുടെ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ വരുന്നത്. ആൻസർ ഇസ് 17. ഇതൊരു ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, 56. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ കമ്പനി സെൽസ് ഇൻവെന്ററി, ഒരു കാര്യം പറയാട്ടോ, ഒരു റേഷ്യോനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഹൗ വിൽ ദിസ് ട്രാൻസാക്ഷൻ എഫക്ട് കറന്റ് റേഷ്യോ ആൻഡ് ക്വിക്ക് റേഷ്യോ. ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുണ്ട്, ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടുള്ള കറന്റ് റേഷ്യോ എന്താണ്, ക്വിക്ക് റേഷ്യോ എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എ കമ്പനി സെൽസ് ഇൻവെന്ററി ഫോർ ക്യാഷ് ടു എ കസ്റ്റമർ. നമ്മളെടുത്ത് ഇൻവെന്ററി ആയിട്ട് കിടക്കുന്ന ഒരു ഐറ്റം നമ്മൾ കസ്റ്റമർക്ക് വിറ്റു, കസ്റ്റമർ ക്യാഷ് തന്നു. അപ്പൊ ഇൻവെന്ററി ആയിട്ട് കിടക്കുമായിരുന്നു. എത്ര എമൗണ്ട് ആണോ, എമൗണ്ട് ഒന്നും നോക്കല്ലേ, എമൗണ്ട് ഒന്നും ഇപ്പൊ നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് ഇൻവെന്ററി ആയിട്ട് കിടക്കുന്ന ഒരു ഐറ്റം ഞാൻ കസ്റ്റമർക്ക് വിറ്റു, പിന്നെ അത് ഇൻവെന്ററി ഇല്ല, ഇൻവെന്ററി പോയി, പിന്നെ അത് കസ്റ്റമർക്ക് വിറ്റപ്പോൾ അതിന്റെ പൈസ കിട്ടിയില്ലേ, പിന്നെ അത് ക്യാഷായി. ഇൻവെന്ററി ആയിരുന്നു, അത് ക്യാഷായി.
ഓക്കെ, ഞാൻ വിറ്റ പ്രൈസ് ഉണ്ടല്ലോ, ഞാൻ കസ്റ്റമർക്ക് വിറ്റ പ്രൈസ് ബിലോ ദ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇൻവെന്ററി, ഞാൻ വിറ്റ സാധനമല്ലേ, ഞാൻ വിറ്റ സാധനം $500 ആയിരുന്നു അതിന്റെ ചെലവ്. $500 ആയിരുന്നു എൻ്റെ ഇൻവെന്ററി കോസ്റ്റ്. $500 ആയിരുന്നു എൻ്റെ ഇൻവെന്ററി കോസ്റ്റ്. അത് ഞാൻ സെല് ചെയ്തു. എത്ര സെയിൽസ് അറിയോ? ഞാൻ ഈ 500ന്റെ സാധനം സെല് ചെയ്തത് കോസ്റ്റിനേക്കാൾ കുറവിലാണ്. അതായത് ഒരു 450-നൊക്കെയാണ് സെല് ചെയ്തത്. അപ്പൊ ഇതായിരിക്കും ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. ഇതാണ് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അതായത് ഇൻവെന്ററി 500 പോയിട്ട് എന്റെ SOFPയിലെ എഫക്ട് നോക്കുകയാണെങ്കിൽ മുന്നേ എന്തായിരുന്നു, ഈ ട്രാൻസാക്ഷന്റെ മുന്നേ എന്തായിരുന്നു, 500ന്റെ ഇൻവെന്ററി ആയിട്ട് കിടക്കുകയായിരുന്നു. 500ന്റെ ഇൻവെന്ററി ആയിട്ട് കിടക്കുമായിരുന്നു. ആ 500 വാല്യൂ ഉള്ള ഇൻവെന്ററിനെ ഞാൻ കസ്റ്റമർക്ക് വിറ്റു. എന്തിന്? ക്യാഷിന്. എത്ര ക്യാഷ് കിട്ടിയത്? 450 ക്യാഷ്. അപ്പൊ 500 ഇൻവെന്ററി പോയിട്ട് 450 ആണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് വരുന്നത്. ഇൻവെന്ററിന്ന് 500 പോയി, ക്യാഷിലേക്ക് 450 വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ കറന്റ് റേഷ്യോ എന്താണ്? കറന്റ് റേഷ്യോ എന്ത് സംഭവിച്ചു? ക്വിക്ക് റേഷ്യോക്ക് എന്ത് സംഭവിച്ചു? കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് കറന്റ് അസറ്റ് മൈനസ് കറന്റ് അസറ്റ് ഡിവൈഡ് ബൈ കറന്റ് ലൈബിലിറ്റി. ഇവിടെ എന്താ ഉണ്ടായത്? കറന്റ് അസറ്റിൽ നിന്നും ഇൻവെന്ററി പോയി. കറന്റ് അസറ്റിൽ നിന്ന് സെയിൽ നടന്നു കഴിഞ്ഞാൽ 500ന്റെ ഇൻവെന്ററി പോയി, പ്ലസ് 450 ക്യാഷ് വന്നു. ഈ ഫിഗർ ഞാൻ ജസ്റ്റ് ഇട്ടതാട്ടോ. എന്തായാലും നോക്ക്, പോകുന്നത് എത്രയാണോ, കുറയുന്നത് എത്രയാണോ അതിനേക്കാൾ കുറവുള്ള എമൗണ്ട് ആണ് കൂടുന്നത്. 500 ഇൻവെന്ററി പോയി, 450 വന്നു. അപ്പൊ കറണ്ട് അസറ്റിൽ ആ ഒരു ചേഞ്ച് ആണല്ലോ. കറണ്ട് ലൈബിലിറ്റി എന്തെങ്കിലും ബാധിക്കും? ഇല്ല, കറണ്ട് ലൈബിലിറ്റി ഒന്നും ബാധിക്കുന്നില്ല. അപ്പൊ എന്താ, മുന്നേ കറണ്ട് അസറ്റ് ഉണ്ടായിരുന്നു, കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലൈബിലിറ്റി. ആ ന്യൂമറേറ്ററിൽ എന്താ എഫക്ട് ഉണ്ടായത്? ന്യൂമറേറ്ററിന് 500 കുറഞ്ഞു, 450 കൂടി. അതായത് നെറ്റ് എഫക്ട് പറയുകയാണെങ്കിൽ 50 കുറയല്ലേ? എഫക്ട് പറയുകയാണെങ്കിൽ എന്താ, കറണ്ട് അസറ്റിന്ന് 50 കുറയാണ് ചെയ്തത്. 50 ഡിക്രീസ് ആണ് വന്നത്. ഇപ്പൊ ന്യൂമറേറ്ററിന് ഒരു 50 കുറയേ ചെയ്തു. 500 പോയിട്ട് 500 തന്നെയാണ് വന്നത്, അല്ലെങ്കിൽ 500 പോയിട്ട് 500-നേക്കാൾ മുകളിലേക്കാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ കറണ്ട് ന്യൂമറേറ്ററിൽ കൂടിയായിരിക്കും. ഇത് ന്യൂമറേറ്ററിൽ എന്താ ഉണ്ടായത്? ന്യൂമറേറ്ററിൽ ഒരു കുറവാണ് ഉണ്ടായത്. 500 പോയിട്ട് 450 വന്നിട്ടുള്ളൂ. ഇത് നെറ്റ് എഫക്ട് പറയുകയാണെങ്കിൽ 50 കുറയുക ചെയ്ത്. അപ്പൊ ന്യൂമറേറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് റേഷ്യോ എന്തായിരിക്കും? കറണ്ട് റേഷ്യോ ഡിക്രീസ്. ഈ ഒരു ട്രാൻസാക്ഷനിൽ കറണ്ട് റേഷ്യോ എന്താണ്? കുറയായിരിക്കും ചെയ്യാം. മുന്നത്തെ കറണ്ട് റേഷ്യോനേക്കാൾ കുറവായിരിക്കും. ഇനി ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് ഇൻവെന്ററി. നമ്മുടെ ടോട്ടൽ കറണ്ട് അസറ്റ് ഇല്ലേ, ആ ടോട്ടൽ കറണ്ട് അസറ്റ് ഫുൾ എടുക്കൂല, അതിൽ ഇൻവെന്ററി അങ്ങോട്ട് ഒഴിവാക്കും. പിന്നെ ഇൻവെന്ററി കൺസിഡർ ചെയ്യുന്നില്ല. കറണ്ട് അസറ്റിന് ഇൻവെന്ററി കൺസിഡർ ചെയ്യാത്ത കറണ്ട് അസറ്റ്. ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെന്ററി, റിസീവേഴ്സ്, ക്യാഷ്, അങ്ങനെ എല്ലാം കൂടെ. ആ ഫുൾ കറണ്ട് അസറ്റ് എടുക്കുമ്പോൾ കറണ്ട് റേഷ്യോ. ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് അസറ്റ് ഫുൾ എടുക്കൂല, കറണ്ട് അസറ്റിന് ഇൻവെന്ററി ഒഴിവാക്കും. അപ്പൊ ഇൻവെന്ററി ഇല്ലാത്ത ന്യൂമറേറ്റർ ആണ്. ന്യൂമറേറ്ററിൽ ഇൻവെന്ററി ഇല്ല. അപ്പോ ന്യൂമറേറ്ററിന് ഉണ്ടാവുന്ന എഫക്ട് എന്താ? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കറണ്ട് ലൈബിലിറ്റി അതുപോലെ. ന്യൂമറേറ്ററിൽ ഉണ്ടാവുന്ന എഫക്ട് എന്താ? ന്യൂമറേറ്ററിൽ ഉണ്ടാവുന്ന എഫക്ട് എന്ന് പറയുന്നത് ഇൻവെന്ററിയിലുള്ള 500 കുറയ്ക്കോ? ന്യൂമറേറ്ററിൽ ഇൻവെന്ററി ഇല്ല. ക്വിക്ക് റേഷ്യോയില് ന്യൂമറേറ്ററിൽ ഒരു ഫിഗർ ഉണ്ടല്ലോ, അതിൽ ഇൻവെന്ററി ഇല്ല. അപ്പൊ ഇൻവെന്ററി കുറഞ്ഞു എന്നുള്ളത് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇൻവെന്ററി ഒന്നും ഇതിലില്ല. അപ്പൊ ഇൻവെന്ററി 500 കുറയ്ക്കുന്നതായിട്ട് ഒന്നുമില്ല. പിന്നെ ക്യാഷ് ഉണ്ടല്ലോ, ഇൻവെന്ററി വിറ്റിട്ട് ക്യാഷ് കിട്ടുന്നുണ്ടല്ലോ 450, ആ ഒരു എഫക്ട് മാത്രം വരും ന്യൂമറേറ്ററിൽ. ആ ഒരു എഫക്ട് അതുപോലെ വരും. കാരണം ക്യാഷ് ആയിട്ട് വരുന്നത് എന്താണ്? നമ്മൾ ക്വിക്ക് റേഷ്യോയിലെ ന്യൂമറേറ്ററിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്വിക്ക് റേഷ്യോയിലെ ന്യൂമറേറ്ററിൽ എന്തൊക്കെയുള്ളത്? ക്യാഷ് ഉണ്ടാകും, റിസീവബിൾസ് ഉണ്ടാകും, ഇൻവെന്ററി ഇല്ല. ഓൺലി ക്യാഷ് ആൻഡ് റിസീവബിൾസ്. അപ്പോൾ ഈ ന്യൂമറേറ്ററിൽ, ക്വിക്ക് റേഷ്യോയിലെ ന്യൂമറേറ്ററിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ ക്യാഷ് വരണം, പോകണം, അല്ലെങ്കിൽ റിസീവബിൾസ് കൂടണം, കുറയണം. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ക്യാഷ് കൂടിയിട്ടുണ്ട്, ഇൻവെന്ററി കുറഞ്ഞിട്ടുണ്ട്. ആ ഇൻവെന്ററി കുറഞ്ഞ എഫക്ട് ഇവിടെ കാണിച്ചു, ബട്ട് ഇവിടെ കാണിക്കുന്നില്ല. എന്തുകൊണ്ടാ ഇവിടെ കാണിക്കാത്തത്? ഇവിടത്തെ ന്യൂമറേറ്ററിൽ ഇൻവെന്ററി ഇല്ല. അപ്പൊ ഇൻവെന്ററി കുറയുന്നതും കാണിക്കണ്ട, ബട്ട് ക്യാഷ് ഉണ്ട്. ബട്ട് ഈ ട്രാൻസാക്ഷൻ കാരണം കൊണ്ട് ക്യാഷ് കൂടുന്നുണ്ടല്ലോ, ആ ക്യാഷ് കൂടുന്നു കാണിക്കും. അപ്പൊ ഇവിടെ എന്താണ്? ന്യൂമറേറ്റർ കൂടുകയാണ്. ന്യൂമറേറ്റർ കൂടുമ്പോൾ ഈ റേഷ്യോ എന്താകും? ഇൻക്രീസ് ആകും. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് കറണ്ട് റേഷ്യോ ഡിക്രീസ്, ക്വിക്ക് റേഷ്യോ ഇൻക്രീസ്. അങ്ങനെയാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു.
അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതും കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 58. ഇവിടെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷന്റെ ഒരു 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 ഭാഗം തന്നിട്ടുണ്ട്. ഇവിടെ പറയാണ് നോൺ കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട്, കറണ്ട് അസറ്റ്സ് തന്നിട്ടുണ്ട്, ഇൻവെന്ററി, റിസീവബിൾസ്, ക്യാഷ്, ടോട്ടൽ കറണ്ട് അസറ്റ്സ്, പിന്നെ കറണ്ട് ലൈബിലിറ്റി തന്നിട്ടുണ്ട്. ഏതൊക്കെ തന്നിട്ടില്ല? എന്നിട്ട് ടോട്ടൽ അസറ്റിന്ന് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി അല്ലേ? കറണ്ട് അസറ്റിന്റെ ടോട്ടൽ മൈനസ് കറണ്ട് ലൈബിലിറ്റി കുറച്ചിട്ട് നെറ്റ് കറണ്ട് അസറ്റ് എന്താന്ന് തന്നിട്ടുണ്ട്. ഇനി 1250 എന്താ? ഇത് നോൺ കറണ്ട് അസറ്റ്, ഇത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി. ദാറ്റ് മീൻസ് ഇവിടെ ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഈ ഫിഗർ എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് അല്ലേ? ഈ നോൺ കറണ്ട് അസറ്റും 1000 പ്ലസ് 450 മൈനസ് കറണ്ട് ലൈബിലിറ്റി. ടോട്ടൽ അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ആണ് ഈ തന്നിട്ടുള്ളത്. ഇനി ഇതിൽ എന്തൊക്കെയുണ്ട് തരാനല്ല, ഇത് കൂടാതെ എന്തൊക്കെയാണ് നമ്മുടെ SOFP ഉള്ളത്, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണുള്ളത്? ഒരു സൈഡിൽ നോൺ കറണ്ട് അസറ്റ്, ഒരു സൈഡിൽ ഇക്വിറ്റി, നോൺ കറണ്ട് ലൈബിലിറ്റി, കറണ്ട് ലൈബിലിറ്റി. അതിൽ ഇക്വിറ്റി നോൺ കറണ്ട് ലൈബിലിറ്റി തന്നിട്ടില്ല. ഇക്വിറ്റി ആൻഡ് നോൺ കറണ്ട് ലൈബിലിറ്റി തരാതെ ടോട്ടൽ അസറ്റ് തന്നിട്ടുണ്ട്, കറണ്ട് ലൈബിലിറ്റി തന്നിട്ടുണ്ട്. ഇനി ഇതിലൊരു മാറ്റം വരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് മാറ്റം വരുന്നത്? ആ വരുന്ന മാറ്റം എത്രയേ ഉള്ളൂ. ഓവർ ദ നെക്സ്റ്റ് ഇയർ, അടുത്തൊരു വർഷം കമ്പനി എന്താണ്? സെയിൽസ് ഡബിൾ ചെയ്യാണ്. അങ്ങനെ സെയിൽസ് ഡബിൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ? കമ്പനി ഡസ് നോട്ട് പ്ലാൻ ടു ഇൻവെസ്റ്റ് ഇൻ എനി ന്യൂ നോൺ കറണ്ട് അസറ്റ് ഒന്നും മാറുന്നില്ല. അപ്പോൾ ആഫ്റ്റർ ഈ നോൺ കറണ്ട് അസറ്റ് ഒന്നും മാറുന്നില്ല. നോൺ കറണ്ട് അസറ്റ് എത്ര തന്നെയാ? നോൺ കറണ്ട് അസറ്റ് വരുന്നത് ഈ 1000 തന്നെയാണ്. ബട്ട് ഇൻവെന്ററി, റിസീവബിൾസ്, പേയബിൾസ് അതൊക്കെ എങ്ങനെയാ? ഇൻ ലൈൻ വിത്ത് സെയിൽസ് എങ്ങനെയാണോ കൂടുന്നത് അതിനനുസരിച്ച് തന്നെ കൂടുന്ന പറയുന്നത്. അപ്പൊ ഇൻവെന്ററി എന്തായിരിക്കും? നമ്മുടെ നോൺ കറണ്ട് അസറ്റിൽ മൂവ്മെന്റ് ഒന്നുമില്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കറണ്ട് അസറ്റ്സില് ഇൻവെന്ററി, റിസീവബിൾസ് ഇതൊക്കെ എങ്ങനെ കൂടുന്ന പറഞ്ഞത്? സെയിൽസ് എങ്ങനെയാണോ കൂടിയത് അതുപോലെ തന്നെ. സെയിൽസ് ഡബിൾ ആണല്ലോ ചെയ്തത്, അപ്പൊ ഇൻവെന്ററി എന്താകും? ഡബിൾ ആകും. റിസീവബിൾസും ഡബിൾ ആകും. ക്യാഷിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അതാണ് നമ്മുടെ റിക്വയർമെന്റ് വരുന്നത്, ക്യാഷിന്റെ പൊസിഷൻ എന്തായിരിക്കും എന്നുള്ളത്. പേയബിൾസും എന്താകും? പേയബിൾസും ഡബിൾ ആവുന്നുണ്ട്. അപ്പൊ ഇൻവെന്ററി എത്രയായിരിക്കും? ഇപ്പോൾ ഉള്ള ഇൻവെന്ററി 200ന്റെ ഡബിള് 400 വരും. റിസീവബിൾസോ 150ന്റെ ഡബിള് 300 വരും. പേയബിൾസോ കറണ്ട് ലൈബിലിറ്റിയിലെ പേയബിൾസ് 200ന്റെ ഡബിൾ എത്രയാ? 400 വരും. ഇനി ക്യാഷ് ഉണ്ടോ? ഓക്കെ, ക്യാഷ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ ഓൾസോ പറയുന്നു വാട്ട് ഈസ് ദ ക്യാഷ് ബാലൻസ്. റിക്വയർമെന്റ് പറയുന്ന ക്യാഷ് ബാലൻസ് എന്താണ്, അടുത്ത വർഷത്തെ ക്യാഷ് ബാലൻസ് എന്തായിരിക്കും? ആ ക്യാഷ് ബാലൻസ് പോസിറ്റീവ് തന്നെ ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഇപ്പൊ കറന്റ് ക്യാഷ് ബാലൻസ് എത്ര ഉണ്ട്? 100 ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ക്യാഷ് തീർന്നു പോവാം, ചിലപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലേക്ക് കിടക്കാം, അങ്ങനെ പലതും ആവാം. ചിലപ്പോൾ ക്യാഷ് കൂടാം, അങ്ങനെ പലതും ആവാം. ക്യാഷ് എന്താണ്? വുഡ് ദിസ് ഇംപ്ലൈ ഇഫ് ദ നോൺ കറണ്ട് അസറ്റ് ഒക്കെ ലാൻഡ് ആണ്. നോൺ കറണ്ട് അസറ്റിൽ കുറച്ച് 1000 ഉണ്ടല്ലോ, അതിന്റെ വാല്യൂ മാറുന്നില്ല എന്നാണ്. അത് ലാൻഡ് എന്ന് പറയുമ്പോൾ അതിന് ഡിപ്രീസിയേഷൻ ഇല്ല. ഓക്കെ, നോൺ കറണ്ട് അസറ്റ് ലാൻഡ് ആണ്. ഓൾസോ നോ ന്യൂ ക്യാപിറ്റൽ, പുതിയ ക്യാപിറ്റൽ ഒന്നും റേസ് ചെയ്തിട്ടില്ല. അതിനർത്ഥം ഇക്വിറ്റി, നോൺ കറണ്ട് ലൈബിലിറ്റി ഇല്ലേ, നമ്മൾ ലോങ് ടേമിലേക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന ഒന്നെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി കൂടും, ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നോൺ കറണ്ട് ലൈബിലിറ്റി കൂടും. അങ്ങനെ പുതിയ ക്യാപിറ്റൽ ഒന്നും നമ്മൾ റേസ് ചെയ്തിട്ടില്ല. എല്ലാ പ്രോഫിറ്റും ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ പ്രോഫിറ്റ് ഇതിനുള്ളിലുള്ള റീറ്റെയിൻഡ് ഏർണിങ്സിലേക്കും ഒരു എഫക്റ്റും ഇല്ല, ഇക്വിറ്റിനുള്ളിലുള്ള റീറ്റെയിൻഡ് ഏർണിങ്സിലേക്കും ഒരു എഫക്റ്റും ഇല്ല. അപ്പൊ ഇതൊക്കെ എന്താ? ഇക്വിറ്റി ആൻഡ് നോൺ കറണ്ട് ലൈബിലിറ്റി നോട്ട് ചേഞ്ച് ആണ്, ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോർമൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാ?
നോർമൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് വരുന്നത് നോൺ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ്, പിന്നെ ഇക്വിറ്റി, നോൺ കറണ്ട് ലൈബിലിറ്റി, കറണ്ട് ലൈബിലിറ്റി. ഓക്കെ, ഇത് രണ്ടും സെയിം ആയിരിക്കും. ഇവിടെ മുന്നത്തെ സിറ്റുവേഷൻ വരുന്നത് നോൺ കറണ്ട് അസറ്റ് 1000, കറണ്ട് അസറ്റിന്റെ ടോട്ടൽ എത്രയാ? കറണ്ട് അസറ്റ്സിന്റെ ടോട്ടൽ എത്രയായിരുന്നു? 450 അല്ലേ? കറണ്ട് അസറ്റ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ബിഫോർ സിറ്റുവേഷൻ ആട്ടോ, 450. ഇക്വിറ്റി, നോൺ കറണ്ട് ലൈബിലിറ്റി തന്നിട്ടില്ല. കറണ്ട് ലൈബിലിറ്റി തന്നിട്ടുണ്ട്. കറണ്ട് ലൈബിലിറ്റി എത്രയാ? 200. കറണ്ട് ലൈബിലിറ്റി 200. ഈ ടോട്ടൽ അസറ്റിന്റെ ടോട്ടൽ എത്രയാ? 1450. ഇതും എന്തായിരിക്കും? 1450. അപ്പോൾ ഇവിടുത്തെ ഇക്വിറ്റി ആൻഡ് നോൺ കറണ്ട് ലൈബിലിറ്റി എന്താ? ഇക്വിറ്റി ആൻഡ് നോൺ കറണ്ട് ലൈബിലിറ്റി ഇവിടെ ബാലൻസിങ് ഫിഗർ ആയിട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ എത്രയാണ്? 1450 മൈനസ് 200 1250 ആണ്. 1250 ആണ്. അപ്പോൾ ആഫ്റ്റർ സിറ്റുവേഷനിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ നോൺ കറണ്ട് അസറ്റ് എത്രയാ? 1000. കറണ്ട് അസറ്റ് ഇപ്പോ പറഞ്ഞ പ്രകാരം കറണ്ട് അസറ്റ് എന്തൊക്കെയാ അറിയാം? കറണ്ട് അസറ്റിൽ ഇൻവെന്ററി ഉണ്ട്, റിസീവബിൾസ് ഉണ്ട്. ക്യാഷ് അറിയില്ല കേട്ടോ. ഇൻവെന്ററി ഉണ്ട്, റിസീവബിൾസ് ഉണ്ട്. 400, 300. ഇൻവെന്ററി, റിസീവബിൾസ്, ഇൻവെന്ററി, റിസീവബിൾസ്. പിന്നെ ഇക്വിറ്റി, നോൺ കറണ്ട് ലൈബിലിറ്റി ഇല്ലേ? ഇക്വിറ്റി, നോൺ കറണ്ട് ലൈബിലിറ്റി എന്ത് തന്നെയാ? 1250 തന്നെയാണ്. കറണ്ട് ലൈബിലിറ്റി എത്രയാണെന്നറിയാം? കറണ്ട് ലൈബിലിറ്റി എത്രയാണെന്നറിയാം? 200 ആണ്. 200 ആണോ? കറണ്ട് ലൈബിലിറ്റി എത്രയാ? ചേഞ്ചിന് ശേഷം 200 എന്നുള്ളത് ഡബിൾ ആയിട്ട് 400 ആവും. കറണ്ട് ലൈബിലിറ്റി 400 ആണ്. ഏത്? പേയബിൾസ്. ഓക്കെ. ഇനി ഇവിടെ അസറ്റ് സൈഡിലെ ടോട്ടൽ എത്രയാ? ഇപ്പൊ അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ ഇപ്പൊ എന്തൊക്കെ വരാന്നറിയോ? ഇനി ഇവിടെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇക്വിറ്റി, നോൺ കറണ്ട് ലൈബിലിറ്റി മാറ്റില്ല, നോൺ കറണ്ട് അസറ്റ് മാറ്റില്ല. ഇതൊക്കെ കൺഫേംഡ് ആണ്. എന്തായാലും ആഫ്റ്റർ സിറ്റുവേഷനിൽ നോൺ കറണ്ട് അസറ്റ് എന്തായാലും തന്നെ ഇരിക്കും. ഇല്ല, ഇക്വിറ്റി, നോൺ കറണ്ട് ലൈബിലിറ്റി ഒരു മാറ്റില്ല. കാരണം എന്താ? പുതിയ ക്യാപിറ്റൽ റേസും ചെയ്തിട്ടില്ല. പിന്നെന്താ? നമ്മുടെ ആ ഒരു വർഷം ജനറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഫിറ്റും ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റീറ്റെയിൻ ഏർണിംഗ്സിലേക്ക്, ആ പ്രോഫിറ്റിന് റീറ്റെയിൻ ഏർണിംഗ്സിലേക്കുള്ളൊരു ഇൻക്രീസും ഇല്ല. ആകെ ഉള്ളത് കറണ്ട് അസറ്റ് മൂവ് ആയത്, ഇൻവെന്ററി ഇത്രയും മൂവ് ആയത്, റിസീവബിൾ ഇത്രയും മാറിയത്, പേബിൾ ഇത്രയും മാറിയത്. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് സൈഡും ഒന്നാക്കണം. ഇവിടെ ഇപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കൂട്ടുന്ന സമയത്ത് എത്ര വരുന്നത്? ലെഫ്റ്റ് സൈഡ് കൂട്ടുന്ന സമയത്ത് 1000 പ്ലസ് 400 പ്ലസ് 300. ഇവിടെ ഒരു 1700 ഇപ്പൊ വരുന്നുണ്ട്. ഈ സൈഡിലോ 1250 പ്ലസ് 400. ഇവിടെ 1650. ഇതൊന്ന് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഏത് സൈഡിലാ? ഇവിടെ ക്യാഷ് ഇനി വരികയാണെന്നുണ്ടെങ്കിൽ ഈ 1700 കൂടെ വീണ്ടും കൂടും. അപ്പൊ പിന്നെ ഇവിടെ വേറെ എന്ത് ഐറ്റംസാ വരിക? ഇവിടെ പിന്നെ വേറൊരു എന്തെങ്കിലും വരാൻ പറ്റുമോ? കറണ്ട് ലൈബിലിറ്റിയിൽ എന്തെങ്കിലും വരണം. അപ്പൊ അങ്ങനെ വരൂ? ഒരിക്കലും പറ്റില്ല. അപ്പൊ ഇവിടെ ക്യാഷിന്റെ കേസ് ഉണ്ടല്ലോ, ഇവിടുത്തെ ക്യാഷിന്റെ കേസ് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് എന്റെ കമ്പനിയിൽ ക്യാഷ് ഇല്ല. ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ക്യാഷ് ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? എന്റെ അടുത്ത് ക്യാഷ് ഇല്ല എന്ന് മാത്രമല്ല, ഇവിടെ കറണ്ട് ലൈബിലിറ്റി, ഇവിടെ ഈ ലൈബിലിറ്റിന്റെ സൈഡിൽ ഒരു 50 കൂടെ വേണം. ആ 50 എന്തായിരിക്കും? ക്യാഷ് ഇല്ല എന്നാണെങ്കിൽ പിന്നെ കറണ്ട് ലൈബിലിറ്റി എന്താ വരാനുള്ളത്? എക്സ്പ്ലിസിറ്റ്ലി ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഓവർ ഡ്രാഫ്റ്റ് വരും. ക്യാഷ് തീർന്നു, ഓവർ ഡ്രാഫ്റ്റ് വരും. എത്ര ഓവർ ഡ്രാഫ്റ്റ് വരേണ്ടത്? 50. അപ്പോഴല്ലേ ആ 50 കൂടെ വരുമ്പോൾ ഇത് 1700 ആവുള്ളൂ. അപ്പൊ കറക്റ്റാ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ബിഫോർ സിറ്റുവേഷനിൽ നിന്നും ആഫ്റ്റർ സിറ്റുവേഷനിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. എന്തൊക്കെയാ? സെയിൽസ് ഡബിൾ ചെയ്തതിന്റെ കൂടെ തന്നെ കറണ്ട് അസറ്റ്സിലെ ഇൻവെന്ററി, റിസീവബിൾസ് ഡബിൾ ആയി, പേയബിൾസും ഡബിൾ ആയി. നോൺ കറണ്ട് അസറ്റിന് മാറ്റമൊന്നുമില്ല. ഇക്വിറ്റി ആൻഡ് നോൺ കറണ്ട് ലൈബിലിറ്റീസിനും മാറ്റമില്ല. കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു കറണ്ട് അസറ്റ്സിന്റെ ബാലൻസിംഗ് ഫിഗർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് ആണ് എന്ന് മനസ്സിലായി. ക്യാഷ് ബാലൻസ് എന്താ? ഇവിടെ ക്യാഷ് ബാലൻസ് എന്താണെന്നറിയോ? അതാണല്ലോ നമ്മുടെ റിക്വയർമെന്റ് എന്തായിരുന്നു? ഈ ചേഞ്ചിന് ശേഷമുള്ള ക്യാഷ് ബാലൻസ് എന്താണെന്നാണ്. ഈ ക്യാഷ് ബാലൻസ് എന്തായിരിക്കും? ക്യാഷ് ബാലൻസ് ഇല്ല, പോസിറ്റീവ് ക്യാഷ് ബാലൻസ് ഇല്ല. 50 ഓവർ ഡ്രാഫ്റ്റിലാണ് കിടക്കുന്നത്. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? നോക്ക്, $100, 1 lakh ക്യാഷ്, 2 lakh ക്യാഷ്, എല്ലാ
50,000 ഓവർ ഡ്രാഫ്റ്റ്, ദാറ്റ് ഇസ് ദ ആൻസർ. 1 lakh ഓവർ ഡ്രാഫ്റ്റ് ഇത് വരില്ല. ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഐ നോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് കുറച്ച് ട്രിക്കിയാണ്, ബട്ട് ഇത് ഈ രീതിയിലൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് വേണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 59. വാട്ട് ഇസ് ഗോൾഡ് സ്റ്റാർസ് ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ? ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ല, ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, ബട്ട് സിമ്പിൾ അല്ല. ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിള് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ ഇക്വേഷൻ എന്താ? ഇൻവെന്ററി ഡേയ്സ് പ്ലസ് റിസീവബിൾ ഡേയ്സ് മൈനസ് പേയബിൾ ഡേയ്സ് മൈനസ് പേയബിൾ ഡേയ്സ്. ഇതാണ് ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താ തന്നു നോക്കാം. ഞാൻ ഓരോ ഐറ്റത്തിന്റെ ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, റിസീവബിൾസിന്റെ കളക്ഷൻ പീരീഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പേയബിൾസിന്റെ പേയ്മെന്റ് പീരീഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇൻവെന്ററി ടേൺ ഓവർ മാത്രമാണ്. ഇൻവെന്ററി ടേൺ ഓവർ അറിയാം. ഇൻവെന്ററി ടേൺ ഓവറിന്റെ ഇക്വേഷൻ എന്താ? ഇൻവെന്ററി ടേൺ ഓവറിന്റെ ഇക്വേഷൻ വരുന്നത് എന്തായിരുന്നു? ഇൻവെന്ററി ടേൺ ഓവറിന്റെ ഇക്വേഷൻ വരുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി ആണ്. ഇതിന്റെ അർത്ഥം ആവറേജ് ഇൻവെന്ററിനെ എത്ര തവണ സെല് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, ആവറേജ് ഇൻവെന്ററിനെ എത്ര തവണ എത്ര ടൈംസ് സെല് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ ഇൻവെന്ററി ടേൺ ഓവർ. അത് 4 ടൈംസിന്റെ അർത്ഥം എന്താ? നമ്മുടെ ആവറേജ് ഇൻവെന്ററിനെ 4 തവണ സെല് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ ആവറേജ് ഇൻവെന്ററി എത്രയാണോ അതിന്റെ 4 ടൈംസ് ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുള്ളത്. നമുക്ക് അത്ര സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇൻവെന്ററി ടേൺ ഓവറും ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡും തമ്മിലുള്ള ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇൻവെന്ററി ടേൺ ഓവർ, പിന്നെ ഞാൻ എടുക്കുന്ന എന്താണ്, നമ്മൾ പിന്നെയും പഠിച്ച ഇൻവെന്ററി ഹോൾഡിംഗ് പീരിയഡ്. ഇൻവെന്ററി ഹോൾഡിംഗ് പീരിയഡിന്റെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ എന്താ പറയുന്നത്? ആവറേജ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻറ്റു 365. ഇതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇൻവെന്ററി ടേൺ ഓവറിന്റെ ഇക്വേഷനിലുള്ള ഇതും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടോ? യെസ്, ദർ ഇസ് എ കണക്ഷൻ. ഇവർ തമ്മിൽ എന്താണ്? റെസിപ്രോക്കൽസ് ആണ്. അതായത് ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൽ ഇൻറ്റു 365 ചെയ്യുന്നുണ്ട്, പീരീഡ് ആണ് കണ്ടുപിടിക്കുന്നത്. ആ ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡിൽ നമ്മൾ ഒരു ഫ്രാക്ഷൻ ചെയ്യുന്നുണ്ടല്ലോ, ഒരു ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. ആ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ നേരെ തിരിച്ചിട്ടാലാണ്, നേരെ റെസിപ്രോക്കൽ ചെയ്യുക, നേരെ തിരിച്ചിട്ടാലാണ് എന്ത്, ആ ഇൻവെന്ററിയുടെ ടേൺ ഓവർ ആവുന്നത്. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡിലെ ഈ ഇതിനെ നേരെ റെസിപ്രോക്കൽ ചെയ്താൽ എന്തായി? നമുക്ക് ഇൻവെന്ററി ടേൺ ഓവർ കിട്ടി. ആ ഇൻവെന്ററി ടേൺ ഓവർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇൻവെന്ററി ടേൺ ഓവറും പഠിച്ചതാണ്, ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡും പഠിച്ചതാണ്. ഇവിടെ അത് ഓക്കെയാണ്. ഇവിടെ റിസീവബിൾസിന്റെ ടേൺ ഓവർ പഠിക്കുന്നുണ്ട്, പേയബിൾസിന്റെ ടേൺ ഓവറും പഠിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കണ്ടു, നമ്മൾ പഠിച്ച റേഷ്യോസ് ഞാൻ പറയാം. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് ഇക്വേഷൻ എന്തായിരുന്നു? ആവറേജ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻറ്റു 365. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. ഓക്കെ, ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡിന്റെ ഇക്വേഷൻ ആണിത്. ഇനി ഇവിടുത്തെ ഇൻവെന്ററി ടേൺ ഓവർ എന്തായിരിക്കും? ഇത് വെച്ചിട്ട് ഇൻവെന്ററി ടേൺ ഓവറിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇൻവെന്ററി ടേൺ ഓവർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ. ഈ ഫ്രാക്ഷൻ എന്താണോ അതിന്റെ റെസിപ്രോക്കൽ. ദാറ്റ് ഈസ് റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ നേരെ തിരിക്കുക. ഈ ഫ്രാക്ഷൻ ആണെങ്കിൽ നേരെ തിരിക്കുക. ഒന്നെങ്കിൽ ഈ ഒരു ഫിഗർ ആണെന്നുണ്ടെങ്കിൽ 1 by ചെയ്താൽ മതി, അല്ലെങ്കിൽ നേരെ തിരിച്ചാൽ മതി. എന്താ എന്നുവെച്ചാൽ 1 ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ്. ഈ ഡിനോമിനേറ്ററിൽ ഇപ്പൊ ഇങ്ങനെ 1 ഡിവൈഡ് ബൈ വരുന്ന സമയത്ത് ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് മുകളിലാകും, ആവറേജ് ഇൻവെന്ററി താഴെയാകും. അപ്പോൾ റെസിപ്രോക്കൽ ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ ഇത്ര ചെയ്താൽ മതി. കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. ഇതാണ് ഇൻവെന്ററി ടേൺ ഓവറിന്റെ ഇക്വേഷൻ. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡിന്റെ ഇക്വേഷൻ ഇതാണ്, ഇൻവെന്ററി ടേൺ ഓവർ ഇതാണ്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? റിസീവബിൾസ് അറിയാം. റിസീവബിൾസ് കളക്ഷൻ പീരിയഡ്. എന്റെ ഇക്വേഷൻ എന്തായിരുന്നു?
ആവറേജ് റിസീവബിൾസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365 ഇൻറ്റു 365. ഓക്കെ, ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡിൽ നിന്നും ഇൻവെന്ററി ടേൺ ഓവർ നമ്മൾ പഠിച്ചു. ഇനി റിസീവബിൾ കളക്ഷൻ പീരീഡ് ആൻഡ് നമുക്ക് റിസീവബിൾസിന്റെ ടേൺ ഓവർ പഠിക്കാനുണ്ട്. റിസീവബിൾസ് ടേൺ ഓവർ, റിസീവബിൾസ് ടേൺ ഓവർ ദാറ്റ് ഇസ് ഈക്വൽ ടു റിസീവബിൾസ് ടേൺ ഓവർ ഇസ് ഈക്വൽ ടു ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ ഒരു ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ന്യൂമറേറ്റർ അതിന്റെ നേരെ തിരിച്ച് റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. ഓക്കെ, അതാണ് റിസീവബിൾസ് ടേൺ ഓവറിന്റെ ഇക്വേഷൻ വരുന്നത്. നെക്സ്റ്റ് വൺ, പേയബിൾസ് പേയ്മെന്റ് പീരിയഡ്. പേയബിൾസ് പേയ്മെന്റ് പീരിയഡ് ഉണ്ട്. പേയബിൾസ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പീരിയഡ് എടുക്കുന്നു, അവിടെ നമ്മൾ എന്താണ് ആവറേജ് പേയബിൾസ്, നമ്മുടെ ആവറേജ് പേയബിൾസ് എടുക്കും ഡിവൈഡഡ് ബൈ പെർച്ചേസ്. അല്ലെ, പേയബിൾസ് എടുക്കുമ്പോൾ ക്രെഡിറ്റ് പെർച്ചേസ് എന്നാണ് ഞാൻ പെർച്ചേസിന് എഴുതുന്നത്. പേയബിൾസ് എടുക്കുന്ന സമയത്ത് എല്ലാ പെർച്ചേസും ക്രെഡിറ്റ് ആണെന്നുള്ള രീതിയിൽ ഇൻറ്റു 365. ഓക്കെ, ഇതിന്റെ പേയബിൾസിന്റെ ടേൺ ഓവർ, എല്ലാത്തിന്റെയും ടേൺ ഓവർ ആണ് നമ്മൾ പറയുന്നത്. പേയബിൾസിന്റെ ടേൺ ഓവർ ഇസ് ഈക്വൽ ടു പെർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് പേയബിൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്ന ഫിഗേഴ്സ് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് റിസീവബിൾസിന്റെ ടേൺ ഓവർ എന്നിട്ട് എല്ലാത്തിനും ടേൺ ഓവർ തന്നിട്ടുള്ളത്. റിസീവബിൾസിന്റെ ടേൺ ഓവർ 10.5, ഇൻവെന്ററി ടേൺ ഓവർ 4, പേയബിൾസ് ടേൺ ഓവർ 8. ഇൻവെന്ററി ടേൺ ഓവർ 4, ഇൻവെന്ററിയുടെ ടേൺ ഓവറിന്റെ വാല്യൂ വന്നിട്ടുണ്ട് 4 ആണെന്ന്, 4 ടൈംസ് റിസീവബിൾസിൻ്റെത് 10.5, പേയബിൾസിന്റെ ടേൺ ഓവർ 8. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് അല്ലേ, 4, 10.5, 8. ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ്, നമ്മളോട് ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ടേൺ ഓവർ വെച്ചിട്ടല്ല, ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കണ്ടുപിടിക്കുക. ഈ പീരിയഡ്സ് വെച്ചിട്ട്, ഏത് ഇൻവെന്ററി പീരീഡ് വേണം, റിസീവബിളിന്റെ ഡേയ്സ് വേണം, പേയബിളിന്റെ ഡേയ്സ് വേണം. എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തറിയാം, ഈ ഫിഗർ അറിയാം, ഈ ഫിഗർ അറിയാം അല്ലേ. നമുക്കിവിടെ ഹോൾഡിംഗ് പീരീഡ് ഈ 4 വെച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്താ വേണ്ടത്, ആവറേജ് ഇൻവെന്ററി ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് വേണ്ടത്. 4 എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി ആണ്. അപ്പൊ അതിന് ഇത്ര ചെയ്താൽ മതി. ഈ 1/4 എടുക്കുക, ആ 4ന്റെ റെസിപ്രോക്കൽ എടുക്കുക. ഈ 4 എന്ന് പറയുന്നത് എന്താ, കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി. അതിന്റെ നേരെ തിരിച്ചു വേണം. ആവറേജ് ഇൻവെന്ററി ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഇൻവെന്ററിയുടെ ഹോൾഡിംഗ് പീരീഡ് കിട്ടുക. അപ്പോൾ 4 എന്ന് പറയുന്നത് എന്താ, 4 ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി. എനിക്ക് എന്ത് വേണം, ആവറേജ് ഇൻവെന്ററി ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് വേണം. ഇതിന് നേരെ തിരിച്ച് റെസിപ്രോക്കൽ വേണം. റെസിപ്രോക്കൽ ചെയ്യാൻ വേണ്ടി 4നെയും റെസിപ്രോക്കൽ ചെയ്യാം. റെസിപ്രോക്കൽ ചെയ്യുന്ന 1 ഡിവൈഡ് ബൈ 4 ചെയ്യാം ഇൻറ്റു 365. ഇൻവെന്ററി ടേൺ ഓവർ തന്നിട്ട് ഇൻവെന്ററി ടേൺ ഓവർ 4, അതിലുള്ള ആ ഒരു ഫ്രാക്ഷൻ ഉണ്ടല്ലോ, അതിന് നേരെ റെസിപ്രോക്കൽ ആണ് ഇവിടെ ആവശ്യം. ഏത് ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് കണ്ടുപിടിക്കുക. ആ ഹോൾഡിംഗ് പീരീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ 4 ആണെങ്കിൽ 1/4 ചെയ്യുക ഇൻറ്റു 365. 365 തന്നെയല്ലേ ചെയ്യേണ്ടത്, ഡേയ്സ് 365 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് കിട്ടും. എത്ര ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് വരുന്നത്, 1/4 ഇൻറ്റു 365, 91.25. ഇത് 91 ഡേയ്സ്, 91.25 നമ്മൾ കണ്ടുപിടിച്ചു. ആ 4ൽ നിന്നും ഇത് കണ്ടുപിടിച്ചു. ഇനി റിസീവബിൾസിന്റെ ടേൺ ഓവർ 10.5 ആണ്. അത് ക്രെഡിറ്റ് സെയിൽസ് ബൈ ആവറേജ് ഇൻവെന്ററി. എനിക്ക് നേരെ തിരിച്ചു വേണം, ആവറേജ് ഇൻവെന്ററി ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365 വേണ്ടത്. അപ്പൊ ആ 10.5നെ അതിന് നേരെ തിരിച്ചാക്കാൻ വേണ്ടിയിട്ട് 1/10.5 ഇൻറ്റു 365, 1/10.5 എത്ര വരും, 34.76, 34.8. ഓക്കെ, നമുക്ക് നിയറസ്റ്റ് ആക്കാമേ. ഇനി പേയബിൾസ് പേയ്മെന്റ് പീരീഡ്.
അതിൽ നമുക്ക് വേണ്ടത് പേയബിൾസ് ബൈ പെർച്ചേസ് ആണ്. നമുക്ക് തന്നിട്ടുള്ളതോ പെർച്ചേസ് ബൈ പേയബിൾ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിനെ ഇവിടേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 1/8 ഇത് ഓരോന്നിന്റെയും ടേൺ ഓവർ തന്നിട്ട് ഡേയ്സ് കണ്ടുപിടിക്കാൻ ഇതാ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എത്ര വരും? 1/8 into 365 45.6 45.6. അപ്പൊ നമുക്ക് എല്ലാം കിട്ടി. നമ്മുടെ റേഷ്യോ ഇസ് ഈക്വൽ ടു ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇസ് ഈക്വൽ ടു ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇസ് ഈക്വൽ ടു ഈ ഡേയ്സ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇസ് ഈക്വൽ ടു ഇൻവെന്ററി ഡേയ്സ് പ്ലസ് റിസീവബിൾ ഡേയ്സ് മൈനസ് പേയബിൾ ഡേയ്സ്. എത്രയാ? 80.4. ഇത് 80 ഡേയ്സ് 80 ഡേയ്സ് 80 ഡേയ്സ് വരും 80 ഡേയ്സ് വരും. ഇങ്ങനെയാണ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും കുറച്ചധികം നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ 80 ഡേയ്സ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു പുതിയ ഒരു ടോപ്പിക്കും കൂടെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ നോട്ടിൽ സിലബസിൽ ഇല്ലാത്ത ടോപ്പിക്സാ, ബട്ട് എന്നാലും നമുക്ക് ഇങ്ങനെ വരാറുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഇതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വരുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ പഠിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അത് പഠിച്ചു എന്ന് എൻഷുർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താ? ക്യാഷ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണ്? എങ്ങനെ കണ്ടുപിടിക്കുക? റിസീവബിളിന്റെ കളക്ഷൻ പീരിയഡ് പ്ലസ് ഇൻവെന്ററി ഹോൾഡിംഗ് പീരിയഡ് മൈനസ് പേയബിൾസ് പേയ്മെന്റ് പീരിയഡ്. ഇത് തന്നെയാണ് കറക്റ്റ്. ബാക്കിയൊക്കെ തെറ്റാ. ഇൻവെന്ററി ഹോൾഡിംഗ് പീരിയഡ് മൈനസ് റിസീവബിൾ തെറ്റാണ്. റിസീവബിൾ കളക്ഷൻ പീരിയഡ് പ്ലസ് ഇൻവെന്ററി അതൊക്കെയാണ് പ്ലസ് എന്ന് പറയുന്നത്, അതും തെറ്റാണ്. റിസീവബിൾ മൈനസ് പേയബിൾ മൈനസ് ഇത് തെറ്റാ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് 60. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. ഇനി 61 പറയുമ്പോൾ 61 എന്താണ്? എ കമ്പനി ഹാസ് annual credit sale of 27 million. കോസ്റ്റ് ഓഫ് സെയിൽസ് 15 million ആണ്. അടുത്ത വർഷത്തേക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മുടെ ടാർഗറ്റ് ഡേയ്സ് എത്രയാ? റിസീവബിളിന്റെ ഡേയ്സ് 50 ആക്കണം, ഇൻവെന്ററി ഡേയ്സ് 60, പേയബിൾ ഡേയ്സ് 45, 360 ഡേയ്സ് അസ്യൂം ചെയ്യാൻ പറഞ്ഞു. നമ്മളോട് പറഞ്ഞത് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ വർക്കിംഗ് നെക്സ്റ്റ് ഇയറിലെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് ചോദിച്ചത്. എങ്ങനെ കണ്ടുപിടിക്കുക? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡേയ്സ് അല്ല, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ അല്ല. സൈക്കിൾ ആണെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്യാൻ മതി. നമുക്ക് എത്രത്തോളം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെന്ററി പ്ലസ് റിസീവബിൾ മൈനസ് പേയബിൾസ്, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി അല്ലോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഡേയ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡേയ്സിൽ നിന്നും നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കണം. റിസീവബിൾ ഡേയ്സ് തന്നു കഴിഞ്ഞാൽ റിസീവബിൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? റിസീവബിൾ ഡേയ്സ് തന്നു കഴിഞ്ഞാൽ ആവറേജ് റിസീവബിൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽ അല്ലെ? നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് സെയിൽ ഇൻറ്റു 50 ഡിവൈഡ് ബൈ 360 റിസീവബിൾസ് കിട്ടി. ഇൻവെന്ററി ഡേയ്സ് വെച്ചിട്ട് ഇൻവെന്ററി എങ്ങനെ കണ്ടുപിടിക്കും? കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലേ? അപ്പൊ കോസ്റ്റ് ഓഫ് സെയിൽസ് എടുക്കുക 15 ഇൻറ്റു 60 ബൈ 360. പേയബിൾസ് പേയ്മെന്റ് പീരീഡ് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കും? അവിടെയും നമ്മൾ എന്താണ് പേയബിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ എടുക്കേണ്ടത്? പെർച്ചേസ് ആണ് എടുക്കേണ്ടത്. ഇവിടെ പെർച്ചേസ് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് എടുക്കാം. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് സെയിൽസ് 15 എടുക്കാം ഇൻറ്റു 45 ഡിവൈഡ് ബൈ 360. നമ്മൾ ഓൾറെഡി നോട്ടിൽ പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസേഴ്സ് ഒക്കെ വരുന്നത് എത്രയാണ്? റിസീവബിൾസ് വരുന്നത് മില്യൺസിലാണെങ്കിൽ റിസീവബിൾസ് വരുന്നത് 3.75 ആണ് വരുന്നത്. ഇൻവെന്ററി വരുന്നത് 2.5 ആണ്. പേയബിൾസ് വരുന്നത് 1.875 ആണ് ഇത് ചെയ്യുമ്പോൾ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇൻവെന്ററി 2.5 മില്യൺ എന്ന് പറയുമ്പോൾ എത്ര? റിസീവബിൾസ് എന്ന് പറയുമ്പോൾ 3,750 ഇത്ര മൈനസ് പേയബിൾസ് എത്രയാ? 1,875,000. ഓക്കെ, അങ്ങനെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റർ എത്രയാ? ഇൻവെന്ററി പ്ലസ് റിസീവബിൾസ്
മൈനസ് പേയബിൾസ് 4375000. ഇതാണ് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അടുത്ത വർഷത്തേക്ക് നമുക്ക് വേണ്ട നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടോട്ടൽ എത്രയാണ്? 4375000 ആണ്. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 61 വരുന്നത്. ഓക്കെ, ഓൾറെഡി ഈ ഒരു വീഡിയോയുടെ ലെങ്ത് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ഇതും കൂടെ ചെയ്യാം. ഒരു ക്യാഷ് ബഡ്ജറ്റിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 62 കൂടെ നമുക്ക് ചെയ്യാം. 62 കൂടെ ചെയ്യാം. 62 ഒരു ക്യാഷ് ബഡ്ജറ്റ് ആണ് തന്നിട്ടുള്ളത്. എനിക്ക് ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. അതിൽ ഒക്ടോബർ വന്നിട്ടുണ്ട്, നവംബർ വന്നിട്ടുണ്ട്, ഡിസംബർ വന്നിട്ടുണ്ട്. എന്നിട്ട് ഡിസംബറിലെ ക്ലോസിംഗ് ആണ് ചോദിച്ചത്. ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ഓഫ് ഡിസംബർ നമ്മൾ എങ്ങനെ ചെയ്യാം? നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യാറ്? ഈ ഓരോ 3 മാസത്തെയും ഓരോ 3 പീരീഡിലെയും ഇൻഫ്ലോസ്, ഇവിടെ ഇൻഫ്ലോസ് എത്രയാ? 30,000. ഇവിടെ എത്രയാ? 11, 15, 500. ഓക്കെ, ഇവിടെ എത്ര വരുന്നത്? ഇവിടെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 20,500 വരും. ഔട്ട്ഫ്ലോസും വരും, ടോട്ടൽ ഔട്ട്ഫ്ലോസ്. അതാത് പീരീഡിലെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും. ഇവിടെ ടോട്ടൽ ഔട്ട്ഫ്ലോ എത്ര വരുന്നത്? 13, 4,600, 7,600, 20,600 വരും. 20,600 ഇത് ടോട്ടൽ ഔട്ട്ഫ്ലോസ്. ഇവിടുത്തെ ടോട്ടൽ ഔട്ട്ഫ്ലോ വരുന്നത് 8,250. ഇവിടുത്തെ ടോട്ടൽ ഔട്ട്ഫ്ലോ വരുന്നത് 12,700. നമ്മൾ എന്ത് ചെയ്യും? ഓരോ പീരീഡിന്റെയും നെറ്റ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കും. നെറ്റ് ക്യാഷ് ഫ്ലോ, അതായത് ആ പീരീഡിന്റെ ഇൻഫ്ലോന്ന് ആ പീരീഡിന്റെ ഔട്ട്ഫ്ലോ കുറയ്ക്കും. അങ്ങനെ നെറ്റ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കും. ഇപ്പോൾ 30,000 20,600 കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് ക്യാഷ് ഫ്ലോ എത്രയാ? ഇവിടെ ഒക്ടോബറിൽ 9,400 ആണ്. ഇനി 15,500 8,250 കുറച്ച് കഴിഞ്ഞാൽ എത്രയാ? 7,250 ആണ് ഇവിടുത്തെ നെറ്റ് ക്യാഷ് ഫ്ലോ വരുന്നത്. ഡിസംബറിലെ നെറ്റ് ക്യാഷ് ഫ്ലോ വരുന്നത് ഇത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7,800 ആണ്. ഇനി അതിൻ്റെ കൂടെ ഓപ്പണിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ക്യാഷ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ക്യാഷ് കിട്ടും. ഓക്കെ, ഒക്ടോബറിൽ ഓപ്പണിംഗ് എന്താ? ഒക്ടോബറിൽ ഓപ്പണിംഗ് തന്നിട്ടുണ്ട്. ഒക്ടോബറിൽ ഓപ്പണിംഗ് എത്രയാ? 500 ആണ്. ഒക്ടോബറിൽ ഓപ്പണിംഗ് 500 ആണ്. അപ്പോൾ ഒക്ടോബറിലെ ക്ലോസിംഗ് എന്തായിരിക്കും? ഒക്ടോബറിലെ ക്ലോസിംഗ് 9,900. ഇതാണ് ഇനി നവംബറിൽ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്, 9,900. അങ്ങനെ നവംബറിലെ ക്ലോസിംഗ് എത്രയാ? ഇത് രണ്ടും കൂടെ കൂട്ടുക. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 17,150. ഇതാണ് ഇവിടേക്ക് വരിക. 17,150 പ്ലസ് ഇത് ചെയ്യുമ്പോൾ 24,950. ഇപ്പൊ ഡിസംബറിലെ ക്ലോസിംഗ് ബാലൻസ് എന്താണ്? 24,950. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് ഉണ്ട്, ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട് കേട്ടോ. അത് നെഗറ്റീവ് വരികയാണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര ക്വസ്റ്റ്യൻ 2 അല്ലെങ്കിൽ 62 വരെ ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കണം. നല്ല മാർക്കിൽ നമുക്ക് പാസ്സാവേണ്ടതാണ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.